ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിത്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 8001 800120. നീ അമ്മൂമ്മയുടെ അടുത്ത് ഇങ്ങനത്തെ പൊട്ട കോമഡിക്കാണ് പറയാൻ പോകുന്നേ. എന്റെ പൊന്നു കേശു വരെ നിന്റെ ഹ്യൂമർ സെൻസ് ഉണ്ടല്ലോ വളരെ ശോകമായിട്ട് വരികയാണ്. അത് കുഴപ്പമില്ല, അമ്മൂമ്മക്ക് ചിരിക്കാൻ എത്ര വലിയ കോമഡി ആയിരിക്കും. പിന്നെ അമ്മൂമ്മ ഇത് കേട്ട ഇപ്പൊ ചിരിക്കും. ഒന്ന് പോടാ അവിടെ നിന്ന്. അതെ, ഇരവിഴിഞ്ഞിപ്പുഴ അറബിക്കടലിനുള്ളതാണെങ്കിൽ ആ 2 ബിരിയാണി അത് ഈ ലച്ചുവിനുള്ളതാണ്. അയ്യോ, നോക്കിയിരിക്കത്തേ ഉള്ളു. ആ കാണാം, നമുക്ക് ആരാ നോക്കിയിരിക്കുന്നേ. കാണാം. തന്റെ കോമഡി കേട്ടല്ലേ അമ്മൂമ്മ ബിരിയാണി അല്ലേ മേടിച്ചിരണോ, തൂക്കിയെടുത്ത് പാലവിടെ കൊണ്ട് കളയും. അമ്മ എപ്പടി ഇരിക്കും എന്നോട് കോമഡി? നീ പറഞ്ഞ കോമഡി കേട്ടിട്ട് എനിക്ക് ശരിയൊന്നും വരുന്നില്ല. അമ്മ നീങ്ക താനേ சொன்னீங்க ரொம்ப நல்ல കോമഡിന്. ഞാനെപ്പോ പറഞ്ഞു? ഞാൻ അങ്ങനെ വല്ലതും പറഞ്ഞോ? അങ്ങനെ ഉണ്ടെങ്കിലേ വേണ്ട, ഇവരോട് 2 പേരോടും പറ, അവര് കേട്ട് ചിരിക്കും. എന്തമ്മൂമ്മ കനകാന്റെ കോമഡി പറഞ്ഞ് ചിരിപ്പിക്കാൻ നോക്കിയാ? ആമാണ്ടാ, അവള് പറഞ്ഞ ഒന്നും എനിക്ക് മനസ്സിലായില്ല. എങ്ങനെ മനസ്സിലാവും? തമിഴ് കോമഡി പറഞ്ഞ തമിഴ് നേരെ പറയാറ്, അമ്മൂമ്മക്ക് എങ്ങനെ മനസ്സിലാവും? അയ്യാ, ഇപ്പൊ എവളെക്കാട്ടി നന്നായിട്ട് ഞാൻ തമിഴ് പറയും. അമ്മൂമ്മ തമിഴ് പറയല്ലേ? എന്നാ ശരി അമ്മൂമ്മ, അമ്മൂമ്മ ചിരിക്കാൻ റെഡി ആയിക്കോ. നല്ല കിടുക്കൊരു സാധനം എന്റെ ഇരിപ്പുണ്ട്. പറഞ്ഞോട്ടെ. ചിരിച്ച് ഇവിടെ കിടന്ന് കണ്ണീന്ന് വെള്ളമൊന്നും വരില്ലേ? ഇല്ലില്ല. നമ്മള് നമ്മുടെ പാറക്കുട്ടി ആദ്യം കൊണ്ട് LKG ചേർത്തപ്പോ അവള് പറഞ്ഞെന്തരെന്നറിയൂ? അയ്യോ, ഞാൻ വിചാരിച്ച് എന്നെ ഇവിടെ കൊണ്ടുവന്ന് ചേർത്തപ്പോ LKG എന്ന 3 അക്ഷരം മാത്രം പഠിക്കാനാണെന്ന്. ഇതെന്നെ ചതിച്ചതാ. എന്ത് വേറെ ആരും ചിരിക്കുന്നില്ലേ? നീ ഇത് പാറക്കുട്ടിനെ കൂട്ടി അവരുടെ ക്ലാസ്സിൽ പോയി പറ. ഇതൊക്കെ കേട്ട് ആ കൊച്ചുങ്ങൾ ചിരിക്കുവോ? എവിടെന്ന് ചോക്കും ഡസ്റ്റർ എടുത്ത് എറിയും അല്ലാണ്ട് പിന്നെ. എന്റെ ഈ കോമഡി ആയിട്ട് അമ്മൂമ്മ ചിരിക്കുന്നില്ലേ? നിന്റെ ഈ കോമഡി കേട്ടിട്ടെ നീ തന്നെ അങ്ങ് ചിരിച്ചാ മതി. ഓഹോ, അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ എന്റെ വേറൊരു ഐറ്റം ഉണ്ട്, പറയട്ടെ? പറഞ്ഞു. കേശുമോന്റെ ക്ലാസ് റൂം. കേശുമോനോട് ടീച്ചർ, കേശുമോന് വലുതാവുമ്പോൾ ആരാവാനാണ് ആഗ്രഹം? അപ്പോൾ കേശുമോൻ, എനിക്ക് വലുതാവുമ്പോൾ എൻ്റെ അച്ഛനെ പോലെ പൈലറ്റ് ആവാനാണ് ആഗ്രഹം. അപ്പോൾ ടീച്ചർ, അപ്പൊ കേശുമോന്റെ അച്ഛൻ പൈലറ്റ് ആണോ? അപ്പൊ കേശുമോൻ, അല്ല, എൻ്റെ അച്ഛനും പൈലറ്റ് ആവാനാണ് ആഗ്രഹം. സൂപ്പർ കോമഡി ലച്ചു. ചിരിച്ചിട്ട് വയറൊക്കെ വയറെടുക്കും. ഉളുപ്പുണ്ടാണോ? ഇച്ചിരിയെങ്കിലും ഉളുപ്പുണ്ടാണോ തനിക്കൊക്കെ? ഒരുത്താൻ കഷ്ടപ്പെട്ട് എഴുതി വെച്ച സാധനം ആര് അടിച്ചേക്കണ്? പോട്ട് ചെയ്തതോ ചെയ്ത് വൃത്തിക്ക് പറഞ്ഞുവിടായിരുന്നോ തനിക്ക്? നശിപ്പിച്ച് അതിനെ കൊന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് മതി. നല്ല തമാശ അല്ലായിരുന്നു അമ്മൂമ്മ? ஆமா, ரொம்ப சூப்பர் காமெடி. இதே மாதிரி வேற காமெடி இருக்கா? വേറെ കോമഡി പിന്നെ പറഞ്ഞു തന്നാ പോരെ? പോതും. മക്കളെ, നിങ്ങൾ വിചാരിച്ചാലൊന്നും എന്നെ ചിരിപ്പിക്കാൻ പറ്റത്തില്ല കേട്ടോ. ചേച്ചി, ഇനി ഇതൊരു ബിരിയാണിയുടെ പ്രശ്നമല്ല, നമ്മുടെ ഹ്യൂമർ സെൻസിനെയാണ് ആ കളിയാക്കിയിട്ട് പോയത്. ഓരോ തവണ നമ്മൾ കോമഡി പറയുമ്പോഴും ഇതേപോലെ നിൽക്കുമല്ല, നമ്മളെ അടിക്കണ ചുറ്റിയാണ്. പഴയതുപോലെ ഒന്നും വർക്കാവുന്നില്ല. വേറെ ഒന്നും കൊണ്ടല്ല, നീയൊക്കെ പോത്തുപോലെ വളർന്നു പോയി, അതുകൊണ്ടാണ് കോമഡി ഒന്നും വർക്കാവാത്തെ. ചേച്ചി, ചിരിക്കൂല എന്നുറപ്പിച്ച മനസ്സാണ് ഇപ്പോൾ ഇവിടെ പോയത്. പക്ഷേ ഞാൻ ചിരിപ്പിച്ചിരിക്കും. ഞാനും ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.